ഖത്തർ റാസ്ലഫാൻ വ്യവസായ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ മലയാളിയും കോഴിക്കോട് നാദാപുരം പുറമേരി സ്വദേശി കളരിയുള്ളതിൽ അർജുൻ അപകടത്തിൽ പെട്ട് മരിച്ചു എന്നാണ് നാട്ടിൽ വിവരം കിട്ടിയിരിക്കുന്നത്. അർജുൻ ഉൾപ്പെടെ 12 ഇന്ത്യക്കാർ ഈ അപകടത്തിൽ മരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഖത്തറിനെ നടുക്കിയ ഈ സ്ഫോടനമുണ്ടായത്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, മരിച്ചവരിൽ ഭൂരിഭാഗവും ഏഷ്യൻ വംശജരാണ്, ഇന്ത്യക്കാരും പാകിസ്ഥാനികളുമാണ്. അതിലിപ്പോൾ ഒരു മലയാളി കൂടിയുണ്ട് എന്നറിയുന്നത് ഏറെ ദുഃഖകരമാണ്. എന്താണ് നാട്ടിൽ ലഭിച്ച വിവരങ്ങൾ? രഞ്ജിത്ത്, 12 ഇന്ത്യക്കാരാണ് അന്ന് ഈ അപകടത്തിൽ മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഈ അപകടമുണ്ടായ ഘട്ടത്തിൽ 12 ഇന്ത്യക്കാർ മരിച്ചു എന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. അതിലാണ് ഇപ്പോൾ ഒരു മലയാളി കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത പുറത്തു വരുന്നത്. മറ്റൊരാൾ മരിച്ചത് പാകിസ്ഥാൻ സ്വദേശിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഇന്ത്യക്കാരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. 60-ലധികം ആളുകൾക്ക് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിരുന്നു. ഇറാൻ നേരത്തെ നടത്തിയ ആക്രമണത്തിൽ ഖത്തറിലെ ഈ പ്ലാന്റിൽ, റാസ്ലഫൻ പ്ലാന്റിൽ അവിടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. അത് വീണ്ടും പുനരാരംഭിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായത്. ഏതായാലും അത് തുടർ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്നൊക്കെ ഖത്തർ പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്താണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകാൻ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ അവിടെ നടക്കേണ്ടിയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായത്, അതിൽ എങ്ങനെയാണ് ഈ മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ മരിക്കാൻ ഉള്ള സാഹചര്യം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം ഇനിയും തുടരുന്നതേ ഉള്ളൂ. ഏതായാലും ഈ ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ മലയാളിയായ അർജുൻ കൂടി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വാതക ഉൽപ്പാദന കേന്ദ്രത്തിൽ ആണ് ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രകൃതിവാതക ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കേന്ദ്രത്തിലേക്ക് ആക്രമണം ഉണ്ടാകുകയും പിന്നീട് അത് വീണ്ടും ആ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമം നടക്കുകയൊക്കെ ചെയ്തത്. ഇടയിലാണ് ഇത്തരത്തിൽ ദുഃഖകരമായ ഒരു വാർത്ത നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും മനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.